CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അരിയന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ വർക്ക്ഷോപ്പിലേക്ക് പാഞ്ഞുകയറി വാഹനങ്ങളിലിടിച്ചു. ജീവനക്കാരന് പരിക്കേറ്റു. മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപത്തുള്ള പൊന്നരാശ്ശേരി ഓട്ടോ ഗ്യാരേജിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കടവല്ലൂർ കോലിക്കരയ്ക്കടുത്ത് അപകടക്കെണിയായി റോഡിലെ കുഴി. കേച്ചേരിയിൽ CPM പ്രവർത്തകനായ വ്യാപാരിയെ യൂത്ത് കോൺഗ്രസ് നേതാവ് മർദ്ദിച്ചു. കേച്ചേരി സെന്ററിൽ ഡിലൈറ്റ് വസ്ത്രവ്യാപാര സ്ഥാപനം നടത്തുന്ന ഊക്കയിൽ ഷാജിക്കാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക്കിൽ നിന്ന് മർദ്ദനമേറ്റത്. കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ റോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സഞ്ചാരയോഗ്യമാക്കി. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി ചിറമനേങ്ങാട് റോഡാണ് പള്ളിക്കുളം വാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കിയത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായി രക്ഷാകർതൃ ശില്പശാല സംഘടിപ്പിച്ചു. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ജൂലൈ 8-9 തീയതികളിൽ നടത്തുന്ന കടയടപ്പ് സമരത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് സംയുക്ത സമരസമിതി സമരവിളംബര റാലിയും ധർണയും നടത്തി. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 10ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ നടക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബിന്റെ പ്രവർത്തന ഉദ്ഘാടനവും പ്രജന്നവേഷ മത്സരവും നടത്തി. കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭത്തിന് ശമനം ലഭിക്കുന്നതിനു വേണ്ടി സുന്നി മഹൽ ഫെഡറേഷൻ കടപ്പുറം റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ പ്രാർത്ഥന നടത്തി. മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണകൂടാരം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയും പുതിയ ക്ലാസ് റൂം നിർമ്മാണവും പൂർത്തീകരിച്ചു. കർഷക സംഘം കടവല്ലൂർ നോർത്ത് മേഖലാ കൺവെൻഷൻ നടത്തി. CPM ഒറ്റപ്പിലാവ് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഇസാഫ് ഫൗണ്ടേഷൻ സാന്ത്വന പരിപാടിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയുമായി ചേർന്ന് വയോജനങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തി. ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സമ്മാനിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1984 SSLC ബാച്ചാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് 4 ഫാനുകളും 2 വാഷ് ബേസിനും നൽകിയത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പാറന്നൂർ ജനകീയ വായനശാലയിൽ സന്ദർശനം നടത്തി. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ KCYM-ന്റെ പതാക ദിനം മറ്റം ഫൊറോന പള്ളിയിൽ ആഘോഷിച്ചു. മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ പതാക ഉയർത്തിക്കൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS-ന്റെയും നന്നമുക്ക് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടീലുദ്ഘാടനം നടന്നു. ഓണാഘോഷം വർണ്ണാഭമാക്കാൻ കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ ചേർന്ന് ചെണ്ടുമല്ലി പൂന്തോട്ടം നിർമ്മിച്ചു. വായന മാസാചരണത്തിന്റെ ഭാഗമായി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മേഖലയിലെ ഗ്രാമീണ വായനശാല സന്ദർശിച്ചു. കുന്നംകുളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രമായ യൂണിറ്റി ഹാർട്ട് കെയർ പ്രവർത്തനമാരംഭിച്ചിട്ട് 8 വർഷം പിന്നിട്ടു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.